ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റാഗിപ്പൊടിയാണ്. അതിനാവശ്യമായ ചേരുവകൾ 2 കപ്പ് റാഗിപ്പൊടി, 2 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം. നമുക്ക് ജീരകവും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം. വെള്ളം അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാവേ. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. റാഗിപ്പൊടിയിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടെ ഒന്ന് ഇളക്കിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. വെള്ളം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളക്കട്ടെ. തിളച്ചില്ല, ചൂടായി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ അകത്തെ മെയിൻ സാധനം ഞാൻ വിട്ടുപോയേ. ഈ റാഗിപ്പൊടിക്കകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം. ഞാൻ അത് ഇട്ട് വെച്ചത് പാത്രം മാറിയിരുന്ന് അറിഞ്ഞില്ല. നോക്കിയപ്പോഴാണ് തേങ്ങയുടെ കാര്യം ഓർത്ത്. അതിട്ട് പൊടി നല്ലതുപോലെ ഒന്ന് ഞെരടി എടുക്കണം. ഒരു കപ്പ് തേങ്ങയെ 2 കപ്പ് റാഗിപ്പൊടിക്ക്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചതച്ച് വെച്ച ചുമന്നുള്ളിയും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അത് അവിടെ കിടന്ന് നല്ലവണ്ണം ഒന്ന് തിളക്കട്ടെ. ഓക്കെ, വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് തേങ്ങയും 1/2 കപ്പ് റാഗിപ്പൊടിയും കൂടെ ഒന്ന് ഞെരടി വെക്കാവേ. ഇത് ഞെരടി മാറ്റി വെക്കാം. നമുക്ക് ലാസ്റ്റ് എടുക്കാനുള്ളതാണ് കേട്ടോ. ഇതൊന്ന് ഞെരടി മാറ്റി വെക്കാം. നമുക്ക് ലാസ്റ്റ് എടുക്കാനുള്ളതാണ്. വെള്ളം തിളച്ച് നമുക്കിനി ഈ തിളച്ച വെള്ളം നമുക്ക് ഈ റാഗിപ്പൊടിയിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കണം. സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇതിൻ്റെ അകത്തോട്ടേ നമ്മൾ ഈ ചതച്ച് ഇപ്പം തിളപ്പിച്ചിട്ടില്ലേ, ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ വീഴണമേ. നമുക്ക് ഇത് നല്ലവണ്ണം ചെറു ചൂടോടുകൂടി കുഴച്ചെടുത്തോണ്ട് വരാം. ഈ ബാക്കിയുള്ള തിളച്ച വെള്ളം കളയണ്ട, അത് നമുക്ക് വേണം. റാഗിപ്പൊടി നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ചെറിയ ഉരുളകളാക്കി എടുക്കാം. ചെറിയ ഉരുളകൾ റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിനി മിച്ചം വന്ന വെള്ളമില്ലേ, അത് ഒന്ന് അതിൻ്റെ അകത്ത് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു പാനി വെച്ച് തിളച്ച് വരുന്നുണ്ട്. ഒരുമാതിരി തിളച്ച് വരുന്നുണ്ട്. നല്ലവണ്ണം വെട്ടി തിളയ്ക്കണം. അത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഉണ്ടയിട്ട് കൊടുക്കാം. അല്ലാതെ പൊടിഞ്ഞു പോകും. പെട്ടെന്ന് ഇളക്കാനും പാടില്ല. വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. മറ്റേ നേരത്തെ തിളപ്പിച്ച വെള്ളത്തിൽ ഇച്ചിരി ഉപ്പുള്ളതാണ്. നല്ല ഇപ്പം ഒഴിച്ച വെള്ളത്തിൽ ഉപ്പ് വേണമല്ലോ ഇച്ചിരി കൂടെ. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഉണ്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അരിപ്പൊടി വെച്ചുണ്ടാക്കും, കോഴിയും പിടിയൊക്കെ. പിടി പക്ഷേ റാഗി വെച്ചുണ്ടാക്കിയിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഇതിനുമ്പ് കണ്ടിട്ടുമില്ലെന്നും. പക്ഷെ ഹെൽത്തി ഫുഡായിരിക്കും ഇത്. റാഗി നല്ലതല്ലേ ശരീരത്തിന്. ഇപ്പം ഈ ചൂട് സമയമായതുകൊണ്ട് റാഗി നല്ല തണുപ്പാണ്. ഇതൊന്ന് അവിടെ കിടന്നൊന്ന് നല്ലവണ്ണം വെന്ത് വരട്ടെ. ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ലാതെ ഇളക്കിയാലും അത് പൊടിഞ്ഞു പോകും. നമുക്കിത് റെഡി ആയോ നോക്കാവേ. ഒന്ന് ഇളക്കി നോക്കാം. അതൊരു കുഴപ്പവും ഇല്ലാണ്ട് ഒരെണ്ണം പോലും പൊട്ടിപ്പിടിച്ചിട്ടുമില്ല, പൊട്ടിയിട്ടുമില്ല. ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. നമുക്കിനി തേങ്ങയും റാഗിപ്പൊടിയും കൂടെ ഞെരടി വെച്ച് ഇട്ട് കൊടുക്കാം.
അതിൻ്റെ അകത്തോട്ട്. അങ്ങനെ നമ്മുടെ റാഗിപ്പിടി റെഡിയായി. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും.